ഇന്ന് നമ്മൾ ക്യാമ്പർ വാനിൽ കുറച്ച് കൂടുതൽ കഷ്ടപ്പാടുള്ള പണിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു റൂഫ് കവർ ചെയ്യാൻ പോവാണ് ഞങ്ങള്. തലവേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര തലവേദന പിടിച്ചൊരു പണി. ഈ റൂഫ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടെൻഷനോട് ടെൻഷൻ. ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, കഷ്ടപ്പാടുമാണ്, ഭയങ്കര തലവേദനയാണ്. അതെ, എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോ കുളിച്ചു കയറാം. അപ്പൊ നമ്മൾ 4mm പ്ലൈവുഡ് ആണ് റൂഫിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. വെന്റിലേഷന്റെ ഭാഗം വരുന്ന ആ ഭാഗം കട്ട് ചെയ്യാൻ പോവാണ്. എല്ലാം ഒരു കണക്കുകൂട്ടലാണ്. എന്തോ അതൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ ശ്രമിക്കുകയാണ്. മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കും. അപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കൊണ്ടുവച്ച് നോക്കാം എന്തോ അവസ്ഥയെന്ന് അറിയാലോ. കാരണം നമ്മളിത് വെച്ചിട്ട് ചെറിയ പീസായിട്ടൊന്നും മുറിച്ചടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഒറ്റ സിംഗിൾ പീസ് തന്നെ ബെൻഡ് ചെയ്ത് അടിക്കാനാണ്. അതായത് ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അടിക്കാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ചെറിയ സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം റൂഫിലെ പണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലൈവുഡ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കണം. കാരണം ഇതിന് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ വുഡ് കൊണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ. ഇതെല്ലാം നമുക്ക് പിടിച്ചു, ഞാൻ നല്ലോണം നോക്കാം. ഇവിടെ നമുക്ക് പിടിച്ചു. അപ്പൊ അത് അങ്ങോട്ട് നീങ്ങിയുണ്ടോ? ഇത് അങ്ങോട്ട് നീങ്ങുന്നുണ്ടോ? അങ്ങനെ അങ്ങനെ നോക്കുമ്പോ കറക്റ്റാ പോലെ മതി. ഇവിടെ അടിച്ചാ ശരിയാവോ? ഇതിങ്ങനെ ഇരിക്കുക. ഇതിപ്പോ എല്ലാം കറക്റ്റ്. സോ നമ്മള് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ മാർക്കാണ് 2-3. ശരി, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മാർക്ക് ചെയ്യട്ടെ എവിടൊക്കെ എല്ലായിടും ഒക്കെ ആണ്. സോ ആദ്യം ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞാല് കറക്റ്റ് ആവത്തുള്ളൂ. അതിന്റെ ചുറ്റും അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ചുറ്റും ക്ലിയർ ആയിട്ടായിരിക്കും. സോ അത് കഴിയുമ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് ചെയ്യാം. ഇങ്ങോട്ട് പോയല്ലോ. ഇനി ലെവലാക്കിട്ടോ. നിങ്ങൾ തട്ടിയോ? ഞാനൊന്നും ചെയ്തില്ല. നിങ്ങളിങ്ങനെ ഇങ്ങനെ വെച്ചപ്പോ അതെങ്ങനെ ആയത്? ഓക്കെ, ഞാനെന്നാ മാർക്ക് ചെയ്തു. എല്ലാവരും ഇപ്പൊ കറക്റ്റ് അല്ലേ? ഇവിടെ ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകണം. ഇത് കുറച്ചാണ്. നീ പതിയെ വെള്ളം കൂടി ഒത്തിരി ഒന്നും കുടിക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടുവന്ന പ്ലൈവുഡ് ഇങ്ങനെ വെക്കാനായിട്ട് കുറേ നേരം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ശരിയാകുമ്പോൾ ഒരു സൈഡ് ശരിയാകത്തില്ല, ഒരു സൈഡ് ശരിയാകുമ്പോൾ ഒരു സൈഡ് ശരിയാകത്തില്ല. കാരണം അവിടെ പിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടേ. ഇല്ല. എന്ത് പറ്റി? കൈ കൊണ്ടോ? കയ്യിൽ ആരും മുള്ളും ആണിയും എല്ലാം കൊള്ളുന്നുണ്ട്. ജോലി എന്നാറ കൈ പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ. പണിയുടെ ഇടയിൽ ആഹാരം കഴിക്കാനൊന്നും നേരമില്ല. അപ്പം ഞാനൊരു യോഗർട്ട്, ഏവക്കുട്ടനും യോഗർട്ടാണ് കഴിക്കുന്നത്. പിന്നെ വിനോദിനാണെന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പി സോസേജും. കഴിക്കുകയും ജോലിയും എല്ലാം കൂടെ ഒരുമിച്ചാണ്. എന്തൊരു ഉത്തരവാദിത്വമാണല്ലേ. അതെ, വിനോദ് കഴിക്കാൻ വരത്തില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒരുവിധം നമ്മളെല്ലാം ക്ലിയർ ആക്കിയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമ്മളിതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയും കഷ്ടപ്പാട് വന്നത്. അല്ലാതെ നമ്മൾ മുറിച്ചിട്ട് സാധാരണ രീതിയിൽ അടിക്കുമായിരുന്നുണ്ടെങ്കിൽ ഇത്രയും പാട് നമുക്ക് വരത്തില്ലായിരുന്നു. എങ്കിലും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ലുക്കിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏവക്കുട്ടൻ അവിടെ ഒക്കെ നടക്കുന്നുണ്ട്. കണ്ടോ,
ഒരു ബഹളവും ഇല്ല. കുറച്ച് ആ യോഗട്ടും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരി അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വരും. അപ്പോൾ അവളെ നിന്ന് എടുക്കണം, നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ദേ ഇപ്പോൾ വന്ന് നോക്കി നിൽക്കുകയാണ്. സൂപ്പർവൈസറാണ് ഞങ്ങളുടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മേൽനോട്ടം ഇതുപോലുള്ളത് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും ഇതിന് എപ്പോൾ കഴിയുമെന്ന് എങ്ങനെ കഴിയുമെന്ന് ഒന്നും നമുക്ക് അറിയത്തില്ല. നല്ല രീതിയിൽ കൈയൊക്കെ വേദനിക്കുന്നുണ്ട്. ഇങ്ങനെ മുകളോട്ട് കയ്യും പൊക്കി നിൽക്കുമ്പോഴേ പെടലി വേദന എടുക്കും, കൈ വേദന എടുക്കും, പിന്നെ നടുവേദന എടുക്കും, ഒന്നും പറയണ്ട. അപ്പം ജസ്റ്റ് ഇങ്ങനെ കാണുന്ന പോലെയൊന്നും അല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിങ്ങനെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്രത്തോളം ടൈം എടുത്തിട്ടാണ്, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത്. കാരണം നമ്മൾ കൂടുതലും ഭാഗങ്ങൾ എളുപ്പമുള്ള ഭാഗങ്ങൾ മാത്രം കാണിക്കും, അല്ലെ ചെറിയൊരു വീഡിയോ ഇടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. മതി. ഏവയാണോ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അച്ഛൻ. എന്ത് ജോലി ചെയ്താലും ഹെൽപ്പ് ചെയ്യാൻ ആകെ ഏവക്കുട്ടം മാത്രമേ ഉള്ളൂ. ഒരു കൈ സഹായത്തിന് അച്ഛക്ക് അടിപൊളിയായി വരുന്നുണ്ടേ. അതെ, സന്ധ്യ ആയി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിൽ വരും. കൊതുകിന്റെ ശല്യം ഒരു വല്ലാത്ത സെറ്റായി വരുന്നുണ്ടേ. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കവറായി കഴിയുമ്പോ കാണാനായിട്ട്. പെയിന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ അതെ. ഫൈനലി നമ്മൾ ആ ഒരു പീസ് നല്ല രീതിയിൽ സ്ക്രൂ ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നോക്കിയേ എന്തൊരു പെർഫെക്ഷനാന്ന് നോക്കിയേ, അടിപൊളി ആയില്ലേ. ഈ ഒരു ദിവസം എടുത്ത് നമുക്കിത് റെഡിയാക്കാൻ. ഏവക്കൂട്ട റെഡിയായി കേട്ടോ. എവിടെ പോവാ? അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് അവധിയാ. അമ്മയ്ക്ക് അവധിയാണോ? കുഞ്ഞു മാത്രമേ പോന്നുള്ളൂ. അമ്മച്ചിന്റെ വാനിന്റെ പണിയൊക്കെ ചെയ്യട്ടെ അച്ഛനോടെ. നമുക്ക് കറങ്ങാൻ പോകണ്ടേ, യാത്രയൊക്കെ പോകണ്ടേ? ശരി, പോലും പോയിട്ടോ. ഒരു ടാറ്റാ. അങ്ങനെതാ പിറ്റേ ദിവസമായി. ഇന്നാണെ നല്ല വിൻഡിയാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. വിനോദാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ മടി പിടിച്ചിരിക്കുകയാണ്. ഞാൻ കുത്തിപ്പിടിച്ചെടുത്തോണ്ട് വന്നതാണ് ജോലി ചെയ്യാന്നും പറഞ്ഞു. കാരണം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവല്ലേ. അപ്പം അതെ, ഞാൻ മൂടുണ്ടാക്കി തരാം. അപ്പൊ എന്താ പറയുന്നത്, ഇന്നലെ നമ്മളിത് ഇതാണ് വെച്ചാൽ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഫുള്ള് കവറായി കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വിനോദിനെ ഇരുത്തുന്നില്ല. നമുക്ക് ചെയ്യാം ജോലി ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നെയാണ് രാവിലെ തന്നെ. നോക്കി ഇനി എന്താണ് ചെയ്യാനുള്ള അടുത്ത് നമുക്ക് പ്ലൈവുഡ് മുറിക്കാം അല്ലേ? ഒരുപാട് പണിയുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഐഡിയാസോട് കൂടി തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ രാത്രി ഉറക്കമൊന്നുമില്ല. ഉറക്കാൻ കിടക്കുമ്പോഴും രാത്രി ഇത് പടുത്തോണ്ടിരിക്കും. രാത്രി വീഴാം. പിന്നെ നേരെ വെളുത്ത് എഴുന്നേറ്റ് പിന്നെ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പൊ ഒരു ഷീറ്റാ ഇത്, അതിന്റെ പകുതിയല്ല 25% നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് അടിക്കാന്ന് കാര്യം. ഈ സൈഡിൽ കുറച്ച് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മള് വേറെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്തോന്ന് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. സർപ്രൈസ് ഉണ്ട്, പിന്നെ കാണിക്കാം. ഇനി അടുത്തതാ ഈ ഭാഗമാണ്. ഏകദേശം ഒരു 3 പ്ലൈവുഡ് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്, റൂഫിന് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ ഒരു പ്ലൈവുഡിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 59 യൂറോ ആണ് കേട്ടോ. 59 യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മണി എത്ര രൂപയാകും? 5000 സംതിങ് അല്ലെ, 6000, ഏകദേശം 6000 രൂപയുടെ അടുത്താണ് ഒരു പ്ലൈവുഡിന്റെ വില. ഞങ്ങളിപ്പോ രൂപയുടെ കണക്ക് പറയുന്നത് എന്താണെന്നറിയാവോ? കാരണം യൂറോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവത്തില്ല എത്രയാണ് എന്തുവാണെന്ന്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഏകദേശം 6000 രൂപയാണ് ഒരു പ്ലൈവുഡിന്. എത്ര റേറ്റ് ഒരു യൂറോ നോക്കിയേ, 99, അതായത് 100ലോട്ട് ആകാൻ പോവാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ 78 യൂറോയ്ക്ക്, അന്നൊക്കെ 1 യൂറോ എന്ന് വെച്ചാൽ 78 രൂപയുള്ളായിരുന്നു. ഇപ്പൊ നോക്കിയാ 99 കൊള്ളാം. ഞാൻ ഇന്നലെ ഏകദേശം നാട്ടിലേക്ക് പൈസ അയക്കാൻ നേരം ഞാന് ഒന്ന് ചിന്തിച്ച് എന്താ ഇത് ഇത്രയും പൈസ കിട്ടും. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ അച്ഛനെ കുറച്ച് പൈസ അയക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കിയാ ഇപ്പൊ ഞാൻ നോക്കുന്ന കറക്റ്റ് 1 യൂറോ എന്ന് വെച്ചാൽ 90, ഏകദേശം 100 രൂപയെ. നമ്മുടെ പൈസയുടെ മൂല്യം കുറഞ്ഞു വരികയാണെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടാണെങ്കിൽ ഞാൻ വന്നപ്പോഴത്തേക്കൊക്കെ 78 രൂപയുള്ളായിരുന്നു 1 യൂറോയ്ക്ക്. നമ്മളൊക്കെ വീടൊക്കെ പണിയുന്ന സമയത്ത് എന്തുവായിരുന്നു അല്ലേ? നീ ഈ സമയത്തായിരുന്നെങ്കിലും വന്ന് എന്തോരം പൈസ നമുക്ക് ലാഭിക്കായിരുന്നു. പക്ഷെ സാധനങ്ങൾക്ക് വില കൂടുന്നുണ്ടല്ലോ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, നമ്മുടെ മാറ്റമല്ല ഇപ്പം. ഇതിന്റെ പണി തീർക്കാം, ഈ പണി തീർക്കാം. നമുക്ക് പ്ലൈവുഡ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ടേബിള്
ഉടനെ തന്നെ ഇത് അകത്ത് കിടന്നൊരു ടേബിൾ ആയിരുന്നേ, അപ്പൊ അത് നമ്മളെടുത്ത് വെളിയിൽ ഇട്ടതാണ്, നമുക്ക് യൂസ് ഇല്ല. നമ്മള് മണ്ടത്തരം കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിയിലിട്ടിരുന്നു. അതെ, വിന്ററിലും എല്ലാം ഇങ്ങനെ അങ്ങ് കിടന്നു. നമ്മള് വേറെ ആണെങ്കിലും സ്നോ ഒന്നും വീഴാത്തടത്ത് ഇടണമായിരുന്നു, അതുകൊണ്ടാണ്. അതെ, ആകെ നമുക്ക് ഇവിടെ ഈ ഒരു ഇത് മാത്രമേ കാർ പോർച്ച് മാത്രമേ ഉള്ളൂ. അപ്പം കാർ പോർച്ച് നമ്മൾ കാർ ഇടും, കാറാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി, അതുകൊണ്ട് നമ്മൾ അത് അവിടെ ഇട്ടു. അപ്പൊ ഈ ഒരു സാധനം ഇവിടെ കിടന്നു, പിന്നെ അങ്ങനെ നശിച്ചു പോയത്. നമ്മൾ അന്ന് വർക്കിംഗ് ടൂൾസ് ഒക്കെ എങ്ങനെയാ വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കബോർഡിനകത്ത് നമ്മൾ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്, കണ്ടില്ലേ. ഇതിനത്ര വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മൾ എപ്പോഴും എടുക്കും, ഇങ്ങനെ തിരിച്ചിടും. പിന്നെ ഇവിടെ എല്ലാം സ്ക്രൂ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കാരണം ഇതാണെന്നുണ്ടെ ഓയിൽ ഹീറ്റ് ഇരുന്ന റൂമായിരുന്നു, ഫുള്ള് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുവാ എല്ലായിടത്തും. പിന്നെ ഇതിനകത്താണ് കിളികളുള്ളത്, കിളികൾ വിരിഞ്ഞു 2 ദിവസം, ഇന്നലെയോ മെനഞ്ഞാന്നോ വിരിഞ്ഞതാ. വെറും കുഞ്ഞു കിളികളാണ്. കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തോണ്ട് വാ, പണിയായുധങ്ങൾ എടുത്തോണ്ട് വാ. ഒരു സ്ട്രോബെറി കൊണ്ടുവച്ചിട്ടാണ് ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയും മോളും ആണെങ്കിൽ പഴുക്കുന്നതിന് മുന്നേ അത് പിച്ചി തിന്നാൻ തുടങ്ങുന്നത്. എത്ര സ്ട്രോബെറി ഉണ്ടെന്ന് നോക്കി, ഇത് മുഴുവൻ സ്ട്രോബെറി പിടിച്ചു കിടക്കുവാണ്. പക്ഷെ ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതാ ഞാൻ ഏവാച്ചിയോടെ പോകാൻ പറഞ്ഞേ. ഇതുണ്ടോ, ഇത് കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പിച്ച് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ചെറിയ പുളിയുണ്ട്, നല്ല മധുരമുണ്ട്, നല്ല ഫ്രഷ് ആണ്. ഇതിന്റെ പൂക്കൾ കണ്ടോ, ചുമല കളർ പൂക്കളാണ്. അതെ, നമ്മള് ചുമലെന്ന് പറയും, അതായത് ചുമല അല്ലെങ്കിൽ റെഡ്, ചുവപ്പ്. അങ്ങനെ പല പേരങ്ങളും പറയാം. ഇനി നമ്മള് ചുമലെന്ന് പറയും. ഒരു പൂ ഞാനിതെന്ന് പിച്ച് ഇങ്ങനെ ഏവക്കുട്ടന്റെ ഇങ്ങനെ ഫ്ലവർ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ, അപ്പം പറഞ്ഞു പൂക്കള് പിച്ചല്ലോ, നല്ല ഭംഗിയല്ലേ കാണാൻ, സ്ട്രോബെറി ആവുന്നല്ലേ. ഒരെണ്ണം ജസ്റ്റ് പിച്ചതാണ് കേട്ടോ, പിന്നെ ഞാൻ പിച്ചിട്ടേ ഇല്ല. പിടിക്കട്ടെ, ഇത് പിടിക്കുമ്പോ ഇങ്ങനെ പിച്ച് തിന്നാ നല്ല ടേസ്റ്റ്. ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിന് ഇതെല്ലാം പഴുക്കാൻ കാത്തിരിക്കണം. ഇനി ഫസ്റ്റ് പഴുക്കാൻ പോകുന്ന ഇതാണ്. ഇതിനൊരു റെഡിഷ് കളർ ഉണ്ട്, ഇതായിരിക്കും അടുത്ത ഇര. പുല്ലെല്ലാം കിളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടേ. കുറച്ച് ദിവസം മുന്നെയാണ്, 2-3 ദിവസം ആയിട്ടുള്ളൂ ഇതെല്ലാം കട്ട് ചെയ്തിട്ട്. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ കിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് പറ്റിയില്ല, ഇതുണ്ടോ ചെറുതന. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഏവയാണെന്നുണ്ടെങ്കിൽ ഇതേ കയറി പിടിച്ചിട്ട് ഓർക്കുന്നുണ്ട്, എന്തോ ഒരു കരച്ചിലായിരുന്നു. കളിക്കാനായിട്ട് പുള്ളിക്കാരി ഈ പൂക്കളും അതും ഇതും ഇലകളും ഒക്കെ പിച്ചുവേ. അങ്ങനെ പിച്ചുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ഇതങ്ങ് പിച്ചെടുത്ത്, എന്നിട്ട് കയ്യിലിട്ട് ഏതാണ്ട് ചെയ്ത് ചൊറിഞ്ഞ് കരഞ്ഞ് ആകപ്പാടെ വെള്ളം ഉണ്ടാക്കി. ഞങ്ങളാണെങ്കിലും വിത്ത് വാങ്ങിയതെല്ലാം ഇപ്രാവശ്യം മല്ലി മാത്രം കിളിച്ചില്ല. അതെ, ഇതുണ്ടോ, ഇത് ഉലുവയാണ് കേട്ടോ. ഉലുവയുടെ തിന്നാൻ നല്ലതാണ്, ഈ മേത്തി എന്ന് പറയും ഇതിന്. അതെ, ഉലുവയുടെ എല്ലാം തോരൻ വെച്ചൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആലു മേത്തി, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറി ഉണ്ടല്ലോ, ആലു മേത്തി, അതൊക്കെ ഇതിന്റെ ഇലയും കൂടി ഇട്ട് അത് നല്ല രുചിയാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് കുറച്ചിട്ട് നോക്കിയതാ. കിളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാലോ. പിന്നെ നമ്മുടെ ചീരയെല്ലാം കിളിച്ചു വന്നിട്ടുണ്ട്. അതെ, ചീരയെല്ലാം കിളിച്ചിട്ടുണ്ട്. ഇല്ലന്റെ ചീര കൃഷി കർഷകനാണ് മേഡം. ഇതിനകത്തോട്ട് പിന്നെ കാണിക്കാതിരിക്കുന്നതാ നല്ലത്. കാരണം ഞങ്ങൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമുഖ അവസ്ഥയാണ്. കൂട്ടി വെച്ചേക്കുവാണ് ഇവിടെ. പിന്നെ മുറിച്ച് തടിപ്പീസും അത് ഇതും എല്ലാം കൂടെ ഇതിന് വേണ്ടിട്ട് തന്നെ ഒരു ദിവസം വേണം ഫുള്ള് മാറ്റാൻ വേണ്ടിട്ട്. പിന്നെ നമ്മുടെ ടയറുകൾ ഡെയിലി കട്ട് ചെയ്യുമ്പോ എല്ലാം വേസ്റ്റ് ആകും. ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും പാക്കറ്റ് കാണും, എല്ലാം ഇതിൽ കൊണ്ടുവന്നിച്ചും കളയാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇട്ടേക്കും. അതെ, അതായത് നമ്മുടെ ഇനി ഈ ഫർണിച്ചറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വാനെ കേട്ടിട്ട് നമുക്ക് കൊണ്ടുപോകണം എന്നാ കരുതുന്നു. അല്ലെങ്കിൽ പിന്നെ അത് പണിയായിരിക്കും. അതിന് മുന്നേ, അതായത് ഫർണിച്ചറുകളെല്ലാം പിടിപ്പിക്കുന്നതിന് മുന്നേ എല്ലാം കൊണ്ട് കളയാം. ഹെൽപ്പ് വേണോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ? ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കുറച്ച് നീളം കൂടുതലാണെന്നേ ഉള്ളൂ. ഈസി ആയിട്ട് എടുത്തോണ്ട് വരാം. എന്താ കണ്ടില്ലേ, അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അളവൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അതെന്തി ഇതാ ഒരു സ്ക്രൂ കിടക്കുന്നു ഇവിടെ. വഴിനീള സ്ക്രൂവാ. ഏത് ഭാഗമാണോ വരുന്നത്? ഇന്നലെ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യും. എന്തെല്ലാം പാടാ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം. അപ്പൊ നമ്മൾ ആ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ മുറിച്ച് മാറ്റി ആ പീസ് തന്നെ വെക്കുന്നേ. നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അത് വെച്ചിട്ട് നമ്മൾ വരയിട്ട് മുറിച്ചെടുക്കും. വാവ്, നല്ല രസമുണ്ടേ പെൻസിൽ എഴുതുന്നേ. പൂക്കള് പോലെ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട്. പണ്ട് നമ്മൾ ഇതുപോലെ ഒരു പെൻസിൽ കട്ടറൊക്കെ കിട്ടാനായിട്ട് കൊതിക്കുമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. ഓർമ്മയുണ്ട്, എനിക്ക് കുഞ്ഞിലെ ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ബ്ലേഡ് ഒക്കെ വെച്ചാ കട്ട് ചെയ്യുന്നത്. വീട്ടുകാരോട് പറയുമ്പോ ബ്ലേഡ് വെച്ചാൽ ചെത്തി. അതെ, ഇപ്പൊ നമുക്ക്
ഇതൊന്നും ഇല്ലാത്ത ആർക്കും ഇല്ലാന്ന്. അതെ, ഇപ്പൊ ഇത്രയും പോലും കഷ്ടപ്പെടണ്ട, ജസ്റ്റ് വെച്ച് കൊടുത്താൽ കട്ട് ചെയ്യുന്ന സാധനമുണ്ട്, മറ്റേ USB പോലെ ഒരുപാട് മനുഷ്യരുണ്ട് ഇങ്ങനെ അതിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കട്ടായി കിട്ടും. ഇതിപ്പോ കണ്ടപ്പോഴത്തേക്ക് പണ്ട് സ്കൂൾ ഡേയ്സ് ഓർമ്മ വന്നു. ടെക്നോളജിയാ. എല്ലാരും ഓർക്കും എന്ന് ഈ തടിപ്പണി മാത്രമേ ഉള്ളൂ, തടിപ്പണി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്തുകൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നല്ല ഗുഡ് ക്വാളിറ്റി വുഡൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ചിതലും കാര്യങ്ങളും ഒന്നും കയറത്തൊന്നുമില്ല. ഇവിടെ എല്ലാരും തടിയാണ്. അതെ, മൊത്തം തടിയാണ്. ഇവിടുത്തെ വീടുകൾ വരെ ഇതാ കണ്ടില്ലേ, തടിയാണ് ഫുള്ള്. ഇവിടെ കോൺക്രീറ്റ് ഒന്നും വെച്ച് വീടുകളൊന്നും ആരും ചെയ്യാറില്ല. എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇൻസുലേഷൻ ചെയ്യണം. അതായത് കോൺക്രീറ്റ് നമ്മൾ ഇഷ്ടിക ഒക്കെ വെച്ച് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഫോം കാണും. ഓരോരോ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ സംഭവം നടന്നില്ലേ, ഫ്ലൈറ്റ് ക്രാഷ് ആയില്ലേ, അതിനകത്താണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പോയിട്ട് ആ ബിൽഡിംഗ് അവിടെ തന്നെ നിൽക്കുന്നു വേറെയുള്ള നാട്ടുകാർ ഇങ്ങനെ പലയിടത്തും കമന്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കോൺക്രീറ്റ് പോലത്തെ വീടുകളാണ് ഉണ്ടാകുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെതലിന്റെ ഒക്കെ ശല്യം വളരെ കൂടുതലാണ്. ചെതൽ, ഈ വുഡ് തിന്നുന്ന എന്താണ് പറയുന്നത്, വുഡ് ബഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ കൂടുതലാണ്. ഊറാൻ എന്ന് പറയും, ഊറാൻ കയറുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ തടികളിലൊന്നും ഊറാനൊന്നും കയറത്തൊന്നുമില്ല. 100 വർഷം പഴക്കമുള്ള ക്യാബിനുകൾ വരെ നമ്മൾ കാണിച്ചില്ലേ അന്നയുടെ ഒക്കെ ആ ഫാമിലി പോയപ്പോ. അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ 200 വർഷമുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ കാലാവസ്ഥയാണ്, മനസ്സിലായോ. ഇവിടുത്തെ ഈ വിന്ററിലൊന്നും ഇതൊന്നും അധികമായിട്ടൊന്നും അതിന് ഒരുപാട് സമയം കിട്ടത്തില്ല. ഇതിന്റെ അകത്ത് ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ തിന്ന് തീർക്കാനും അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഉള്ള സമയം കിട്ടത്തില്ല. ചൂടാണ് ആ സമയത്ത്. അവർക്ക് എപ്പോഴും ഒരേ കാലാവസ്ഥയാണ്, ഒരേപോലെ അവർക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിൽ ജീവിക്കാൻ പറ്റും. ഇവിടെ അതിശൈത്യം വരുമ്പോ എല്ലാം പോകും. നമ്മുടെ പണി നടക്കുന്നില്ല, വരയിട്ടിട്ട് ഇവിടെ നിൽക്കുക. കാര്യം പറയുമ്പോ അത് കാട് കയറിയപ്പോ ഞങ്ങളുടെ ഒരു ശീലം. അതെ, വരയിട്ടിട്ട് ഇവിടെ നിൽക്കുക, ഇതൊന്ന് മുറിക്കാവോ. അങ്ങനെ നമ്മള് സെക്കൻഡ് പീസും കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കൊണ്ട് വെച്ച് നോക്കാം. ചിലപ്പോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തേണ്ടി വരും. അതാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഇങ്ങനെ വെറുതെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയകളല്ല ഇത്. ശരിക്കും ഇങ്ങനെ കർവും ചാനലുകളും പല പല ഒരുമാതിരി വിയേർഡ് ഷേപ്പാണ് ഇതിന്, ഈ ചാനലുകൾക്കൊക്കെ. അപ്പം നമുക്കത് കണ്ടുപിടിക്കാനും മുറിക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. അളക്കാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റി എനിക്കറിയില്ല. നമ്മളെ ഉള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്ത് പോലെ CNC കട്ടിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അതായത് ഇതിന്റെ 3Dയോ അല്ലെ പ്ലാനോ ഒക്കെ എടുത്തിട്ട് CNCയിൽ വുഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനത്തെ സംവിധാനം ഇല്ല. നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം, പ്രോഗ്രാമിംഗ് സാധനങ്ങളും എല്ലാം അറിയാം. പക്ഷെ ഇത് ചെയ്യാനുള്ള മെഷീൻ മാത്രമില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മളൊരു വയറ് വലിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് ഇപ്പൊ ചെയ്യുവാണ്. അത് പോകാന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതാ വരുന്നുണ്ട്. അങ്ങനെ അത് വലിച്ചിട്ടിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് അവിടെ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ പ്ലൈവുഡ് വെക്കുന്ന സമയത്തുണ്ടല്ലോ, ഓൾറെഡി നമ്മൾ മുകളിലൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലൈവുഡ് വെക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ മനസ്സിലായത്. അതായത് ഇതിന്റെ ആ ഒരു മിസ്റ്റേക്ക് അല്ല, അതിന്റെ ആ ഒരു എൻഡില് പിന്നെ നമ്മുടെ പ്ലൈവുഡ് വന്ന് തീരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ലൂസായിട്ട് കിടക്കും. സോ അപ്പൊ അവിടെയൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വുഡ് കട്ട് ചെയ്യുവാണ്. അപ്പൊ വുഡിന്റെ ആ ഒരു അളവും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വലിയൊരു വുഡ് 2ആയിട്ട് കട്ട് ചെയ്ത് അതിൽ നിന്ന് പീസായിട്ട് എടുത്തിട്ടാണ് ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രം മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. പ്രോപ്പർ ആയിട്ടുള്ള ടൂൾ ഇല്ല, അത് നമുക്ക് ടേബിൾസ് ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് കട്ട് ചെയ്യായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഉള്ള രീതിയിൽ അങ്ങ് ചെയ്യുവാണ്. കട്ടായോ? ഇതാ കണ്ടോ, 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എത്രത്തോളമാണോ നമുക്ക് വേണ്ടത് അത് മുറിച്ച് നമ്മൾ വെക്കും. അപ്പൊ ആ ഒരു വുഡിന്റെ അളവും കുറയും. അല്ലെങ്കിൽ ഇത്രയും വലിയ വുഡൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെയിറ്റും കൂടിക്കൊണ്ടിരിക്കുമല്ലോ, അതാണ്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം, കട്ട് ചെയ്തെടുക്കാം. അതെ, ഈ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് എന്നെ ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖത്തെല്ലാം തെറിച്ച് എല്ലാം ഇങ്ങനെ നമ്മുടെ മേത്തെല്ലാം ഇങ്ങനെ വീഴും. പ്രത്യേകിച്ച് കാറ്റും കൂടെ ഉള്ളതാണെങ്കിൽ ശരിക്കും ഒന്ന് വീഴുന്നുണ്ട്. അതെ, ശരിക്കും നല്ല കാറ്റുണ്ട്, നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഏത് സമയത്തും കാറ്റാണ്. വിന്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും. ഇപ്പോഴാണെങ്കിൽ ചെറിയ 14 ഡിഗ്രി ഒക്കെ ഉള്ളു. അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഈ പൂക്കള് നോക്കി അടിപൊളിയായിട്ടില്ലേ, നല്ല ഭംഗിയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കാനായിട്ട്. നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം ഇവിടെ വെച്ച്. കുറച്ച് ദിവസമേ ഉള്ളൂ കേട്ടോ, അത് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോകും. ഈ പൂക്കളെല്ലാം അങ്ങ് പോകും പെട്ടെന്ന്. ഈ അത് മാത്രമല്ല, ഇവിടെ കുറച്ച് വെള്ള കളറിലെ പൂക്കളും ഉണ്ട്. ഇതാ നോക്ക്, ഇതും കാണാൻ എന്തൊരു ഭംഗിയാ. ഇത് രണ്ടും വേറെ വേറെ വെറൈറ്റി ആണ് തോന്നല്ലേ. ഓ, അതുകൊണ്ട് കാലിൽ കമ്പ് കൊണ്ട് ഇതായത് നോക്ക്. ഈ പൂക്കൾ കണ്ടോ, ഈ പൂക്കളുണ്ട്, ഇതുണ്ട്. ഓൾമോസ്റ്റ് സെയിം ലുക്കാണ്. പക്ഷെ
ഡിഫറെന്റ് പ്ലാന്റ്സ് ആണ് കണ്ടോ. ഇതിന്റെ ഇല നോക്ക്, ഈ ഇലയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കണ്ടോ. ഈ മുല്ലപ്പൂ പിടിച്ച് നിൽക്കുന്ന പോലാണ് ഇത് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. കാണുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിൽ എന്തോരം പണിയാണല്ലേ. ഈ പോക്കറ്റ് ഹോൾ ഉണ്ടാക്കുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എത്ര നേരം എടുക്കും. അതെ, നല്ല ചടങ്ങാണ്. ഒരു പീസ് വെക്കണം, ക്ലാമ്പ് ചെയ്യണം, സ്ക്രൂ ചെയ്യണം, ഊരണം, പിന്നെ എടുക്കണം, പിന്നെ നോക്കണം. ചിലതങ്ങ് പൊട്ടിപ്പോവും, പിന്നെ വേറെ എടുക്കണം, വേറെ കട്ട് ചെയ്തെടുക്കണം, അത് ഉണ്ടാക്കണം. ഈ ചെറിയ ചെറിയ പണികളാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അതെ, നമ്മള് ആണികളൊക്കെ സോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. സോർട്ട് ചെയ്യാൻ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ മിക്സ് കിടക്കാം. ഞാന് ഇത് ഡോർ അടയ്ക്കാൻ മറന്നുപോയി, ഇങ്ങനെ അടച്ചു വെക്കണമല്ലോ. ഞാൻ ഇതേ പിടിച്ച് ഒരേ പൊക്കാൻ നോക്കി, ഇതെല്ലാം കൂടെ തലയും കുത്തി താഴെ വീണ് മുഴുവൻ അങ്ങ് മിക്സ് ആയിപ്പോയി. പിന്നെ വാരി ഇടുക എന്നുള്ള ഓപ്ഷനുകളിൽ പണ്ട് ഞാൻ എല്ലാം സോർട്ടായിട്ട് ഇത് വെച്ചേക്കായിരുന്നു, എല്ലാം സോർട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ആണ്, ഇപ്പൊ ഭയങ്കര തലവേദനയാണ്. കൊറേയൊക്കെ നമ്മളിപ്പോ സോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയത് വാങ്ങിച്ചോണ്ടോ നമ്മള് കൃത്യമായിട്ട് എടുത്ത് വെക്കുവാണ്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറ്റുന്ന പാളിച്ചകൾ. ചില സമയത്ത് അബദ്ധം പറ്റും മനുഷ്യനല്ലേ. പിന്നെയും കുറച്ച് ഫോമുകൾ കട്ട് ചെയ്യേണ്ടി വരും. അതെ, ആ വരയിട്ടേക്കുന്ന ഭാഗം കണ്ടോ. കാരണം ഇതിന് ക്രോസിന് നമുക്ക് ഇനിയും വുഡുകൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലൈവുഡ് നല്ല രീതിയിൽ ഇതുപോലെ നീറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള റൂഫായിരുന്നു. പക്ഷെ ഞങ്ങൾ മൈൻഡ് ചേഞ്ച് ആയി. അതുകൊണ്ട് നമ്മൾ അന്ന് എല്ലാ റൂഫെല്ലാം അടിച്ചപ്പോ അതേ ഡിസൈനിലാണ് ചെയ്തത്. അതെ, അപ്പൊ ഇപ്പൊ ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് വുഡ് ഞങ്ങൾ എക്സ്ട്രാ വെച്ചത്. അതെ, ഇവിടെ കാരണം ഇനി ഒരു പ്ലൈവുഡും കൂടി ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ, അതിന് സപ്പോർട്ട് വേണ്ടേ. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരണമ്പോ ഇതിന് ഇവിടെ ഒരു സപ്പോർട്ട് വേണം. അപ്പൊ ഇങ്ങനെ ക്രോസിന് നമ്മൾ കൊടുക്കണം. അതെ, അല്ലെങ്കിൽ എന്താണ് ലൂസായിട്ട് ഇങ്ങനെ ഒരു വൈബ്രേഷൻ എടുക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ലൂസായിട്ട് കിടക്കും. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല നമ്മുടെ പണിക്ക്, സ്ട്രോങ് ആവത്തില്ല. അങ്ങനെ ബാക്കി വേണ്ട വുഡുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്ലൈവുഡ് ഫിക്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ അടുത്ത പ്ലൈവുഡ് വെക്കാൻ പോവാണ്. അപ്പൊ ഇനി ഇതുമായിട്ടാണ് മൽപ്പിടുത്തം. എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല ഇതൊന്ന് ഫിക്സ് ആക്കി വെക്കാനായിട്ട്. നല്ല പാടാണ് കേട്ടോ, നമ്മൾ കാണുന്ന പോലല്ല, ശരിക്കും നല്ല പാടാണ്. കാരണം കൈയൊക്കെയാണ്, തോളൊക്കെ നമ്മുടെ അങ്ങ് കഴച്ചൊടിയും. അത്ര നേരം നമ്മൾ ഈ വെയിറ്റ് ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ കഴുത്ത് നല്ല രീതിയിൽ വേദന എടുക്കും. മുകളിലോട്ട് ഇങ്ങനെ നോക്കണം. സ്ക്രൂ എല്ലാം അടിച്ചു വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പരുവാകും. നമ്മുടെ പ്ലൈവുഡ് ആണെന്നുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ റൂഫിന്റെ. അപ്പൊ പകുതി ആയിട്ടേ ഉള്ളൂ. ഉച്ചയായി, രാവിലെ തൊട്ട് ഉച്ചയായി. നമ്മൾ ഓരോരോ പണികൾ ചെയ്തിട്ട് ഇപ്പോഴാണ് അത് റെഡി ആയി വന്നത്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, സ്ക്രൂ ഒക്കെ ഇനി അടിക്കാനുണ്ട്. അപ്പം ഭയങ്കര പാടായിരുന്നു. വിനോദാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏമോളെ കൊണ്ടുവരാനായിട്ട് ഡേ കെയറിലേക്ക് പോയേക്കുവാണ്. സമയം 3 മണിയായി. ഞാനാണെന്നുണ്ടെങ്കിൽ കിച്ചണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എടുക്കുക. ഞാനാണ് ഡിഷ് വാഷറൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാന്ന് കരുതി. ഇന്നലെ കഴുകിയ പാത്രങ്ങളൊന്നും എടുത്ത് മാറ്റിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതെല്ലാം ഒന്ന് ചെയ്യാം പെട്ടെന്ന്. ഇരിക്കാനൊന്നും നേരമില്ല. അപ്പൊ വിനോദ് പോയ സമയത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്യാന്ന് കരുതി. കാരണം ഏവക്കുട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ നടക്കുന്ന കണക്കാണ്. ഏവക്കുട്ടം വന്നിട്ടുണ്ട്. എന്തോ അച്ഛൻ വാങ്ങിച്ചു തന്ന ഷോപ്പിൽ നിന്ന്? ചോക്ലേറ്റ് വേണ്ടി ഇത് മതിയെന്ന് പറഞ്ഞോ? ഓക്കെ. എന്തെടുക്കുമായിരുന്നു അച്ഛേ ഇവള്? ഇവള് എന്തെടുക്കുമായിരുന്നു? ആഹാ, സൈക്കിളല്ലായിരുന്നു പൊന്നെ? ആരുണ്ടായിരുന്നു കൂട്ടിന്? അൽവറി ഉണ്ടായിരുന്നോ? ഓ, ഫുൾ ടൈം ഇപ്പൊ അൽവറിയോടാണല്ലേ? ആ, എമില് വരത്തില്ല, എമില് അവധി കഴിഞ്ഞ് വരും. ഇനി 1 മാസം കഴിഞ്ഞ് വരും അവൻ. മാന്ത വന്നില്ലേ? ആ, മാന്ത അവധിയാ, അമ്മച്ചും അവധിയാ, മാന്ത അവധിയാ, എല്ലാരും അവധിയാ അല്ലേ? കുഞ്ഞ് 2-3 ദിവസം കൂടെ പോവാ, എന്നിട്ട് കുഞ്ഞും അവധിയാ. ഇപ്പൊ വരത്തില്ല, ചേമില് അവധിയാ. ഇനി 1 മാസം അവധി ഉണ്ടാവൻ, അതുകൂടെ കഴിഞ്ഞേ വരത്തുള്ളൂ. അവനിപ്പോ സ്കൂൾ ഗ്രൗണ്ടിൽ പോവാ കളിക്കാനായിട്ട്. അത് കഴിയുമ്പോ വരും. കുഞ്ഞ് കാണുമല്ലോ അവനെ, അവിടെ കാണത്തില്ലേ സ്കൂൾ ഗ്രൗണ്ടില്? അതിലെ പോകുമ്പോ കണ്ടില്ലേ? ഓ, മൈൻഡ് ചെയ്തില്ല. അൽവറിയായിട്ടാ ഇപ്പൊ കമ്പനി. എന്തോ എനർജി ഡ്രിങ്ക് ഒക്കെ വാങ്ങിച്ചോ? എനർജി അല്ല, നടുവേന എടുത്തിട്ട് വയ്യല്ലേ? നടുവേന ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ താങ്ങി പിടിക്കാൻ പറ്റുന്നില്ല ഇത്. അതെ, നിങ്ങളെ നോക്ക്, നമ്മൾ ഈ പ്ലൈവുഡ് ഇങ്ങനെ ബെൻഡ് ആക്കിയിട്ട് നമ്മൾ യു ഷേപ്പ് ആക്കും. അതെ, നോക്ക്, ഇങ്ങോട്ട് കുറച്ചും കൂടി പുറകിലോട്ട് ഇന്ന് മാറി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ഷേപ്പ് ആക്കണമല്ലോ. 2 സൈഡും ഇങ്ങനെ ഷേപ്പ് ആയി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാൾ പ്രസ് ചെയ്ത് എനിക്കാണെന്നുണ്ടെങ്കിൽ നീളമില്ല, ശാരിക്ക് നീളമില്ല. അതുകൊണ്ട് ശാരി പ്രസ് ചെയ്താൽ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് പ്രസ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഞാൻ പ്രസ് ചെയ്താൽ അത് ബെൻഡ് ആകത്തുമില്ല.
പിന്നെ ഇങ്ങനെ ഇതേപോലത്തെ ഒത കൊടുക്കണം. എന്നിട്ട് അപ്പൊ ആ ഗ്യാപ്പ് ശരിയാത്തില്ല, ഈ ഗ്യാപ്പ് ശരിയാത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി 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 വഴക്കം മേളും ഇത് നടക്കുന്നു. അവസാനം എങ്ങനെങ്കിലും ഒപ്പിച്ചിട്ടുണ്ട്. എന്തായാലും റെഡിയായി വരുന്നുണ്ട്. അടിപൊളിയായി വരുന്നുണ്ട്. നമുക്ക് അതായത് അടിപൊളിയാക്കണം. അതാണ് ഞങ്ങള് ചെയ്തയാന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കരുത്. അതുപോലെ ആക്കണം ഞങ്ങക്ക്. അപ്പൊ നമ്മള് കുറച്ച് കഷ്ടപ്പെടും. ഇപ്പൊ നല്ല ഭംഗിയായി വരുന്നുണ്ട്. ഇനിയും കിടക്കുവാണ്. ടാസ്കോടെ ടാസ്കാ. എന്തായാലും നമുക്ക് ചെയ്യാം. ഏവക്കുട്ടനാണ് ഇവിടെ ഇപ്പൊ ഉണ്ട്. കണ്ടോ ലോലിപ്പോവ് കഴിച്ചിരിക്കുന്നു. അതെ കളിച്ചോളാം വിട്ടിരുന്നു കേട്ടോ. ഇത് ഇവിടെ വെച്ചേക്കുന്ന ഏവക്കുട്ടൻ ഇങ്ങനെ ഇതിലിരുന്ന് കളിക്കാൻ വേണ്ടിയാ. ഇവിടെ ഇരുന്ന് കഴിക്കും. ഇതിനകത്തിരിക്കും. ഇതിലിരുന്നു. വെയില് കാഞ്ഞ് കളിക്ക്. സൺസ്ക്രീൻ തേച്ചായിരുന്നോ? തേച്ചോ? പേന ഒരു കാര്യം ഒരു 10,000 വട്ടം എടുക്കും, എന്നിട്ട് അവിടെ ഒക്കെ അങ്ങ് ഇടും. പിന്നെ എപ്പോഴും എടുക്കാൻ പോണ എത്ര അതെ ചില സമയത്ത് നമുക്ക് തെറ്റിപ്പോകും. കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് വാവ്, ഇപ്പോഴാണ് ഒരു സമാധാനമായത്. കറക്റ്റ് ആയിട്ടുണ്ട്. അത് ശരിക്കും ഈ ഒരു പരിപാടി ചെയ്യാൻ നല്ല കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് ആരും 1 പീസ് പ്ലൈവുഡ് അടിക്കാത്തത്. കാരണം നമ്മുടെ ഇത് ഫൈബർ ആണ് ആക്ച്വലി, പൊടിയാ. എന്നാത് നീളമില്ലാത്തത് ഒരു പ്രശ്നം ഇപ്പോഴാ. നോക്ക നമ്മുടെ ഈ ഗ്യാപ്പുകളിലൊക്കെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞല്ലേ, ഇത് നമുക്ക് ഇൻസുലേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഫാനിന്റെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോം ആണ് ഉപയോഗിച്ചേക്കുന്നത്. ഫിൻ ഫോമുകൾ, തെർമോകോൾ പോലെ ഇരിക്കുന്ന സാധനം മനസ്സിലായോ. അപ്പൊ ഈ ഗ്യാപ്പുകളിലൊന്നും നമുക്ക് ഫോമുകൾ കുത്തി കയറ്റാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്കുള്ള ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ഫോം സ്പ്രേ അടിക്കുക. അപ്പൊ ഈ ഫോം സ്പ്രേ അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോടെ നമ്മുടെ ചാനലിനുള്ളിൽ, ഈ ചാനലുണ്ടോ ഹോൾസിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ പൈപ്പുകൾ ഇട്ടേക്കുണ്ട്, വയറുകൾ വലിച്ചിട്ടേക്കുന്നുണ്ടോ, അത് ഒരിക്കലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് റിപ്പയർ ചെയ്തിട്ട് വീണ്ടും ക്ലോസ് ചെയ്യാൻ പറ്റും. അതെ, ഇത് റീസൈക്കിൾ ആയിട്ടുള്ള ഫൈബറുകളാണ്, മനസ്സിലായോ. ഈ തുണികൾക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ലിനൻ ഫൈബറുകളാണ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് പ്രൂഫിംഗ് ആയിരിക്കും, ഇൻസുലേഷൻ ആയിരിക്കും. ഇൻസുലേഷൻ എപ്പോഴും ഞങ്ങൾ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതേപോലത്തെ രാജ്യങ്ങൾ. കാരണം ഇവിടെ അതിശൈത്യമായിട്ടുള്ള നാടുകളാണ്, കൂടുതൽ ശൈത്യകാലമാണ്. അപ്പൊ നമുക്കിത് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എവിടൊക്കെ നമുക്ക് ഇൻസുലേഷൻ ചെയ്യാവോ അവിടെ എല്ലാം ചെറിയ ചെറിയ ഗ്യാപ്പിലും ഒക്കെ ഇത് വെച്ചതിന്റെ ബാക്കിയുള്ള ഗ്യാപ്പുകളിലൊക്കെ നമുക്കിത് നിറയ്ക്കാം. പിന്നെ സൗണ്ട് പ്രൂഫിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പുകളിലൊക്കെ സൗണ്ട് കേൾക്കാനുള്ള ചാൻസ് കൂടുതലാണ്, വൈബ്രേഷൻ ഇങ്ങനെ ആയിട്ട് വണ്ടി ഓടുന്ന സമയത്ത്. അപ്പം ഇത് കുത്തി നിറച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താണ് സൗണ്ട് പ്രൂഫിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള ഇതുണ്ട്, വൂളുകളുണ്ട്. ഇത് നമ്മളപ്പോൾ അത് നോക്കണം, ഇത് എങ്ങനത്തെയാണ്, ഇതിന് മോയ്സ്ചർ റെസിസ്റ്റന്റ് ആണോ, ഇതിന് എന്തൊക്കെ കപ്പാസിറ്റികളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എത്ര വർഷം നിൽക്കും. ഇത് 75 years ആണ് ഇതിന്റെ ഏജ്. അതായത് 75 വർഷം കഴിഞ്ഞാലേ ഇത് നശിച്ചു പോകത്തുള്ളൂ. കാരണം എന്താണ്, പെട്ടെന്ന് നശിക്കുന്നതാണ് അല്ലെങ്കിൽ മോയ്സ്ചർ പെട്ടെന്ന് പിടിക്കുന്നതാണെങ്കിൽ ഇത് പൂപ്പല് വരും, സ്മെല്ല് വരാൻ തുടങ്ങും. നമ്മൾ കുറച്ചേ വെച്ചിട്ടുള്ള, ഇവിടെ ഇപ്പൊ നമ്മൾ ഫുള്ള് ഫിൻഫോം ആണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമേ നമ്മൾ ഇത് വെക്കുന്നുള്ളൂ. അല്ലാതെ ഉള്ളത് നമ്മൾ വെക്കുവാണെന്നുണ്ടെങ്കിലും, ഇത് കുറച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ളത് തന്നെ വെക്കുന്ന നമുക്ക് ഒരു വിധത്തിൽ സ്മെല്ല് വരാത്തയോ പൂപ്പൽ വരാത്തയോ രീതിയിലുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ വെക്കുന്നത്. ഈ മോയ്സ്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മഴയത്തൊക്കെ നമ്മുടെ കാറിലൊക്കെ പോകുമ്പോൾ ഗ്ലാസ് കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം പറ്റിയിരിക്കുന്ന പോലെ തോന്നില്ലേ, നമ്മളിങ്ങനെ കൈകൊണ്ട് തുടയ്ക്കുമ്പോഴത്തേക്ക് ആ വെള്ളം എല്ലാം അങ്ങ് പോകും. അതേപോലെ നമ്മുടെ വിന്ററിലൊക്കെ നിർത്തിയിടുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്ത് മോയ്സ്ചർ ഫോം ആവും, വെള്ളത്തുള്ളികൾ ഫോം ആവും. അപ്പൊ അത് ഇതിൽ പിടിച്ചിട്ടുണ്ടല്ലോ പൂത്ത മണം വരും. പിന്നെ നമ്മുടെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ഒരു പൂത്ത സ്മെല്ലായിരിക്കും. പിന്നെ നമ്മുടെ സമ്മർ അതായത് വെയിൽ ഉറയ്ക്കുന്നവരെ കാത്തിരിക്കണം, എന്നാലും അതിങ്ങനെ കാണും, ആ ഒരു പൂത്ത മണം ഇങ്ങനെ കാണും. പൂത്ത മണം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ റൂമിന്റെ അകത്തൊക്കെ പൂത്ത മണം വരാറില്ല. നമുക്ക് പിന്നെ പല അലർജി ഉണ്ടാകും, തുമ്മലും അതും ഇത് പ്രശ്നങ്ങൾ, പലമാതിരി പ്രശ്നങ്ങൾ, വണ്ടിക്കും കേട് ഉണ്ടാകും. മണമാണ് ഏറ്റവും. നമ്മുടെ ബെഡ്റൂമുകളിലൊക്കെ നമ്മൾ ഒരു ഉപയോഗിക്കാത്ത ചിലപ്പോൾ റൂം ഉണ്ടായിരിക്കും, അതിൽ കുറെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൂത്ത ഒരു വട വരത്തില്ലേ. അല്ലെങ്കിൽ ചിലരുടെ വീടുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, പുതിയതായിട്ട് ചെല്ലുമ്പോൾ ഒരു പൂത്ത ഒരു മണം വരും. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അപ്പൊ അതിന് പറ്റിയ നമ്മൾ വൂളുകൾ ഉപയോഗിക്കണം കേട്ടോ. ഇപ്പം ഷേവ് വൂൾ ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഫൈബർ വൂളാണ് കേട്ടോ. കംപ്ലീറ്റ് നമ്മൾ പറ്റുന്നിടത്തെല്ലാം കുത്തി നിറയ്ക്കുവാണ്.
കുറെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് കുത്തി നിറയ്ക്കണം. ഇത് ലൈറ്റ് വെയിറ്റാ, അതുകൊണ്ട് എത്ര വേണമെങ്കിലും വെക്കാം. പിന്നെ നല്ല ഇൻസുലേഷനുമാണിത്, സൗണ്ട് പ്രൂഫാണ്. സോ അതുകൊണ്ട് നമുക്ക് വെക്കാം. ഇത് കൊടുക്കുമോ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. പണി ചെയ്യാനാണെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരുന്ന് എന്തോ കാണിക്കുമോ രണ്ടുപേരും കൂടെ? ഡേ കെയറിൽ പോയിട്ട് വന്നപ്പോ ഉള്ള സ്നേഹമാണോ അമ്മയുടെ അമ്മയുടെ? മിസ് ചെയ്യുമായിരുന്നു. ഓക്കെ ശരി, ഒന്ന് വരാൻ പറ്റുമോ ഇച്ചിരി പണി ചെയ്യാനായിട്ട്? ഓക്കെ ശരി, സ്നേഹം കഴിഞ്ഞ ഉടനെ വരണേ. കുറച്ച് കഴിയുമ്പോ അടിച്ചു വിരിയുന്ന കണ്ടോണം രണ്ടുപേരും കൂടെ. ഞങ്ങൾ അമ്മയും മക്കളും ആവുമ്പോ വഴക്കും ഉണ്ടാവും, ഇതൊക്കെ കുടുംബ പ്രശ്നം സ്വാഭാവികമാണ്. അതെ മെസ്സിഫാന. ഒന്ന് തിരിഞ്ഞു തന്നെ പന്ന ഉടുപ്പെന്ന് കാണിച്ച പുറവശം നോക്കിയ. ഏവക്കൂട്ടൻ ചാച്ചുവാണോ? ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഏവക്കൂട്ടൻ എന്താ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന കണ്ടില്ലേ? എന്തുവാ ഏവാ അത്? സാൻഡ്വിച്ച് വെക്കുവാണോ? ഓക്കെ, ആയിത്തിക്കാണോ? താങ്ക് യു സോ മച്ച്. വേണ്ടേ, അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നു, കുഞ്ഞിവിടെ ഫുഡ് ഉണ്ടാക്കുന്നു, അമ്മ വെറുതെ ഇരിക്കുന്നു. അത് കൊള്ളാം. ആരെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കണ്ടേ വീട്ടിൽ? സാൻഡ്വിച്ച് ഉണ്ടാക്കുവാണോ? ഹാമും ചീസും വെക്കും കേട്ടോ. ഓക്കെ, സലാഡും വെക്കും, ടൊമാറ്റോയും വെക്കും, പെറൂണയും വെക്കും. ബ്രെഡ് അടച്ചിട്ടായിട്ട് കഴിക്കണം. ഓക്കെ ഓക്കെ, കഴിക്കാം. വേഗമേ ആട്ടെ. ഷോപ്പിൽ പോയി അതേപോലെ നാളെ പണി ചെയ്യാ, അച്ഛൻ പറഞ്ഞു പണി ചെയ്യാ. അച്ഛൻ ഷോപ്പിൽ പോയിട്ട് പറയാ ആയിട്ട് പറയാ. ഓക്കെ, ആയിട്ട് പറയാം. അച്ഛൻ ഷോപ്പിൽ പോയേക്കുവാണേ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് കരുതി. റെസ്റ്റ് എടുക്കുമല്ല, ഷോർട്സ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് നേവക്കൂട്ടനുമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. കാരണം രാവിലെ ഇവിടെ ഇരുന്നിട്ടില്ല, നല്ല നടുവേദന. അതെ, കുഞ്ഞിന്റെ കൊയര ഇറക്കോ, കാണിച്ചു കൊടു. കണ്ടോ, കുഞ്ഞ് കൊയര ഇറക്കിക്കൊണ്ടിരിക്കുക. കൊയര എന്ന് പറഞ്ഞാൽ ഡോഗ് എന്നാ അർത്ഥം. അപ്പൊ അവൾ അതിനെ കൊയര എന്നാണ് വിളിക്കുന്നത്. അത് നല്ലയാണ് കുഞ്ഞ്, നല്ല. അപ്പൊ കുഞ്ഞതിനെ ഉറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ, അച്ഛൻ ഇപ്പൊ വരും അല്ലേ? വന്നെന്ന് തോന്നുന്നു, കാറിൽ സൗണ്ട് കേൾക്കുന്നു. ഇല്ല അച്ഛ, ഇവിടെ ഇരുന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുമായിരുന്നു, വ്ളോഗൊക്കെ എടുത്തു തരുമായിരുന്നു. പലയിടത്തോട്ടും ഒക്കെ പിടിക്കുന്നേ, എന്നാലും കുഞ്ഞ് എടുത്തു തന്നു, സംസാരിക്കുകയും ചെയ്തു. അച്ഛനും മോള് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നേക്കെ കഴിക്കുവാണേ. എന്തുവാ? ഓക്കെ, അപ്പൊ എനിക്കതൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാനിതൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് അച്ഛനും മോളും കൂടെ ഇതാ വാങ്ങിച്ചോണ്ട് വന്നേക്കെ കഴിക്കുന്നു. അല്ല, ഞാൻ ചിക്കൻ കഴിക്കും. കൊള്ളാം കൊള്ളാം, സൂപ്പർ. ഇരുന്ന് കഴിക്കാൻ നേരമില്ല, അപ്പൊ നടന്ന് കഴിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഇതാ ഇനി ഈ ഒരു ലാസ്റ്റ് പീസും കൂടാണ് നമുക്ക് വെക്കാനുള്ളത്. അങ്ങനെ ഇതാ ഫൈനൽ പീസും നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. സമയം രാത്രി 10 മണി. ഇന്ന് എന്തായാലും ഇത് ചെയ്തിട്ട് കിടക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മള് കഷ്ടപ്പെടുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടൊരു പണി നമ്മുടെ വാൻ ബിൽഡ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ? എല്ലാം കഴുത്തും മേലും നടു. അതെ അതെ, ഏവക്കൂട്ടം ഇവിടെ നിന്ന് കളിക്കുവാണേ. പിന്നെ ഇപ്പൊ നാളെ എല്ലാം അവധിയാണല്ലോ, യുഹാനൂസ് ആണ്. ഇനി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഇവരുടെ മിഡ് സമ്മർ. മിഡ് സമ്മർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, ആ മൂവിയുടെ കാര്യമാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ ദാ ഈ കട്ട് ചെയ്തെടുത്ത ലാസ്റ്റ് പീസും കൂടെ നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൂഫിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇതിങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? എൻ്റെ പൊന്നെ, പെടല് വേന എടുത്തിട്ട് വയ്യ, മോളോട്ട് നോക്കി നിന്ന് വരട്ടെ ഞാൻ. എനിക്കറിയത്തില്ല, എന്നാലും ഈ ഒരു വിൻഡോയുടെ ഷേപ്പ് വെച്ചിട്ട് ഇതെല്ലാം കറക്റ്റ് തന്നെ. അവിടെ നമുക്ക് ഓൾറെഡി എന്തോ പറ്റിക്കും.
അപ്പം ഇതേ സമയം ഒരുപാടായിട്ടുണ്ട്. ഏവക്കുട്ടനാണ് ഇപ്പോഴും അവിടെ ഇരുന്ന് കളിക്കുകയാണ്, ബഹളമൊന്നും ഇല്ലാതെ. എന്നാലും അവൾ ഇടയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, ഇടയ്ക്കകത്ത് പോകുന്നുണ്ട് എല്ലാവരും, പിന്നെയും തിരിച്ചു വരും. അപ്പോൾ കുഞ്ഞിനെ ഉറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഏവക്കുട്ടനെ ഉറക്കിയിട്ട് വരണം ഇനി. രാത്രി എത്ര മണിയായി നോക്കി? 11:30 ഉറങ്ങിയോ? ആണോ? ഏവ ഉറക്കാൻ പോയേക്കുമായിരുന്നു. ശാരി ഉറങ്ങിയെന്നാ തോന്നുന്നു കണ്ടിട്ട്. ആണോ? 3 മണിയായപ്പോ വന്നപ്പോ പോലും ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. അതെ, പിന്നെ ഉറക്കം വരുമ്പോഴത്തേക്ക് ബഹളം ഇടാൻ തുടങ്ങും. പിന്നെ അങ്ങനെ പോയി ഉറങ്ങി. ഞങ്ങളാണെ പണിയിലാണ്. ഇതാ കുറച്ചും കൂടി ഉണ്ട്. നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ച് ഭാഗം കൂടി ഉണ്ട്. ഇവിടൊക്കെ ഇങ്ങനെ ഒതയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ഇത് അവിടെ നിന്ന് കാണിച്ചു ഇങ്ങോട്ട്. നല്ല തണുപ്പുണ്ട് എനിക്ക്. നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് കംപ്ലീറ്റ് ആവും. അതെ, ഇത്രയും പണിപ്പെട്ടൊരു പണിയന്റെ പൊന്നെ. കാരണം റൂഫ് ഭയങ്കര പാടാണ്. ഇത് കണ്ടോ, ഈ കറവ് ഇങ്ങനെ നമ്മൾ വെക്കണം, ഇങ്ങനെ താങ്ങി പിടിക്കണം, ഒരാൾ ഒത കൊടുക്കണം, പിന്നെ ഇതെല്ലാം കട്ട് ചെയ്യണം, പിന്നെ ഈ എഡ്ജും അത് ഇതെല്ലാം വാങ്ങാത്ത ഭയങ്കര പണിയാണ്. ഭയങ്കര കഷ്ടമാണ്. പക്ഷെ അടിപൊളിയായേ. അടിപൊളിയായി, ഭയങ്കര നീറ്റായിട്ടുണ്ട്. നല്ല ലുക്കാണ്. ഇനി പെയിന്റ് കൂടി ചെയ്ത് പൊട്ടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഇനി കുറച്ച് സ്ഥലം കൂടെ നമുക്ക് സ്ക്രൂ ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ. അപ്പൊ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇന്നത്തെ പണി നിർത്താം. അപ്പൊ ഞങ്ങൾ പടപടാന്ന് ചെയ്യട്ടെ. എനിക്കാണെ പോയിട്ട് വെളിയിലോട്ട് നമുക്ക് പെട്ടെന്ന് തണുക്കുന്നത്. എപ്പോഴും അങ്ങനെയാ, വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തണുപ്പാവും. അതെ, ഫൈനലി നമ്മള് ആ ഒരു കടമ്പ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തൊരു ടാസ്ക് ആയിരുന്നേ. ഞങ്ങൾക്ക് വയ്യ, സംസാരിക്കാനൊന്നും ഇനി ആവതില്ല. ശരിക്കും പാടായിരുന്നു. എന്തായാലും രാവിലെ തൊട്ട് അല്ലേ, രാവിലെ തൊട്ടല്ല, ഇന്നലെ തൊട്ട് പക്ഷെ ഇന്ന് രാവിലെയും തുടങ്ങി. ഓൾമോസ്റ്റ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം അല്ലേ? അതെ, അത്രയ്ക്ക് ഒരു പ്രശ്നമില്ല. ഫുൾ നീറ്റ് ആണ്, ഫുൾ നീറ്റ് ആയിട്ടാണ്. അത് നമ്മൾ സിംഗിൾ പീസ് മുറിക്കാതെ ഇങ്ങനെ ചെയ്ത് ഇതിനി പെയിന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോ അടിപൊളിയായിരിക്കും കേട്ടോ. നോക്കി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ, അതെ, കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ നമ്മള് എവിടെങ്കിലും കൊടുത്ത് ചേച്ചിയാന്ന് പറയാം. അതുകൊണ്ട് നമ്മള് ഫുള്ള് എടുത്ത് വെച്ചത് നമ്മളെങ്ങും കൊടുത്ത് ചേക്കുന്നില്ല, നമ്മള് തന്നെ ചെയ്തതാണ്. നമ്മൾ ചെയ്തതിൽ ഏറ്റവും ഞങ്ങൾക്ക് ടഫായിട്ടുള്ളതും എന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ഏറ്റവും ഹാർഡായിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫാണ്. അയ്യോ, എനിക്ക് വയ്യ. ഇനി ഇതൊന്ന് പെയിന്റ് ഒക്കെ അടിച്ച് ഇനി ആ സൈഡ് വാളും കൂടെ ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആകാനായിട്ട് കാണാൻ ഇങ്ങനെ കൊതിയാവുകയാണല്ലേ. അപ്പൊ എന്തായാലും ഇതിന് മെയിൻ പണി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, സൈഡ് വാൾ അടിക്കാൻ വളരെ ഈസി ആയിരിക്കും. അകത്തുള്ള പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചാനൽ കൊടുക്കുന്നതാണ്. അതെ, ഇടയ്ക്കൊക്കെ നമ്മൾ ഇനി ചാനൽ കൊടുക്കണം, അത് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ ഭാഗങ്ങളിൽ ചെറിയൊരു പാട് വരും. പക്ഷെ റൂഫ് കംപ്ലീറ്റ്ലി ഭയങ്കര ടാസ്ക് ആയിരുന്നു. അയ്യോ, നടുവൊന്നും വയ്യ. ഞങ്ങളെയൊക്കെ എന്താ ഒരു വെള്ളക്കീറ ഓലത്തുണി എടുത്തോ, എന്തോ ഓലക്കീറ വെള്ളത്തുണി എടുത്തോന്നൊക്കെ പറയുന്ന അവസ്ഥയായി ഇപ്പൊ. ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം ഇനി കഴിക്കാനും കിടക്കാനും ഒക്കെ. എന്തായാലും പരിപാടി കഴിഞ്ഞു. കുറച്ച് പണി കഴിഞ്ഞു. പല കുഴമ്പോ എണ്ണയോ തൈലമോ ഒക്കെ പ്രത്യേകിച്ച് വിനോദിനാണ് പിന്നെ നീളമുണ്ട്. എനിക്കാണെന്നുണ്ടെ ഈ ഇല്ലാത്ത നീളത്തിൽ ഞാൻ ഈ കൈയും പൊക്കി പിടിച്ച് ഇങ്ങനെ നിന്ന് പെടലി. അതെ, മെയിൻ ആയിട്ടുള്ള വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ഷോൾഡറും പെടലി. ഇങ്ങനല്ലേ നിക്കുന്നത്, മേളോട്ട് ഇങ്ങനെ നോക്കി എത്ര സ്ക്രൂ അടിക്കണം, എത്ര നേരം പിടിച്ചോണ്ട് നിക്കണം, ട്രയൽ ചെയ്ത് നോക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ശരിക്കും ബോഡി പെയിൻ ഉണ്ട്. അപ്പൊ ഇന്ന് പോയി നല്ലോണം കിടന്നാൽ മാത്രം മതി, അറിയാതെ അത്രയ്ക്ക് ക്ഷീണമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇങ്ങനെ കർവ് വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. മാക്സിമം ഞങ്ങൾ വീഡിയോസ് കണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ആൾക്കാർ ഇങ്ങനെ സിംഗിൾ പീസ് വെച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. അവരിങ്ങനെ കർവ് ഇങ്ങനെ ഒഴിവാക്കി ചെയ്യുന്നത്. അത് കുറച്ച് ഈസിയാണ്. അതെ, സിമ്പിൾ ആയിട്ട് വെക്കാം. പക്ഷെ ഇത് എന്ന് പറയുന്നത് കറവ് വെക്കണമെന്ന് എന്റെ തന്നെ വാശിയായിരുന്നു. ഞാൻ കറവ് വെച്ച് തന്നെ ചെയ്യാന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് നീറ്റായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കിട്ടും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം നമ്മുടെ ആ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പ്രത്യേക ഒരു നീറ്റ്നെസ് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതെ, നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് പെയിന്റ് കൊടുക്കണമെന്നാണ്. സീലിങ്ങിന് എന്ത് പെയിന്റ് കൊടുക്കണം, അതോ വുഡ് ഫിനിഷ് കൊടുക്കണോ, അതോ വേറെ എന്തെങ്കിലും കളർ കൊടുക്കണോ, വൈറ്റോ, എന്തെങ്കിലും നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യും. പിന്നെ നമ്മൾ വിനയിൽ എന്ത് ചെയ്യണം, വിനയിൽ എങ്ങനത്തെ, അതായത് നമ്മളെ ഫ്ലോർ ചെയ്യുമല്ലോ, ഫ്ലോർ നിങ്ങൾക്ക് എങ്ങനത്തെ ഡിസൈൻ വേണം, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. നമുക്ക് നോക്കാം അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഓരോരുത്തർ ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയും. അപ്പൊ ചില സമയത്ത് നല്ല
കമന്റ്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഞങ്ങൾ പലർക്കും പല ഐഡിയാസും ഉണ്ട്. അന്നേരം നിങ്ങളുടെ ഐഡിയാസ് നമുക്ക് മനസ്സിലാക്കാൻ എനിക്ക് ആ കാര്യം പറയാനുണ്ട്. പലരും നമ്മളോട് അഭിപ്രായങ്ങൾ പറയും കേട്ടോ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പലരും നമ്മളോട് അഭിപ്രായങ്ങൾ പറയും. ഞങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. കാരണം അവരത്രയ്ക്ക് അതേപ്പറ്റി ചിന്തിച്ചിട്ടൊക്കെ അതേപറ്റി ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത്. സോ ഞങ്ങൾ അതിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതൊക്കെ വായിക്കാൻ. അതൊക്കെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ വായിക്കുന്നത്. പക്ഷെ ചില കമന്റ്സ് ഉണ്ട് ഞാൻ ഒരു വിലയും കൊടുക്കാത്ത കമന്റ്സ്. അത് എന്ത് കമന്റ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ചോദിക്കാണ് ഏവമ്മോടെ കല്യാണം കഴിഞ്ഞു പോയാലും ഇതിന്റെ പണി കഴിയുവോ? അതായത് കുറെ നാളായല്ലോ ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട്, ഇതുവരെ കഴിഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള. 2025 ആയില്ലേ, കഴിയാൻ പോന്നു. അപ്പം ആ ഒരു കലണ്ടർ ഇപ്പോഴും വീട്ടിലിരിക്കുമായിരിക്കും. അതൊന്ന് തൂക്കാൻ ഒരു ആണി അടിക്കാത്ത ആൾക്കാരായിരിക്കും ഇങ്ങനെ കമന്റ് ഇടുന്നത്. അതെ, ഒരു സ്ക്രൂ പോലും ടൈറ്റ് ചെയ്യാൻ അറിയാത്തവരും ഉണ്ട്. അവരായിരിക്കും നമ്മളെ കുറിച്ച് കമന്റ് ഇടുന്നത്. ഇത് ഞങ്ങൾ എത്രയും എഫർട്ട് എടുത്തിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സന്തോഷമാണ്. ഇത് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ സന്തോഷമാണ്. ഇതൊക്കെ ഒരു കണ്ടന്റ് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഡെയിലി ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മുടക്കുന്ന മുതൽ ചിന്തിക്കാൻ പറ്റത്തില്ല. ചിന്തിക്കാൻ അത് കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലൈവുഡ് ഷീറ്റിന് നമ്മൾ 59 euro ആണ് കൊടുക്കുന്നത്. ഒരു വീഡിയോ നമുക്കിപ്പം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞ് 100K 200K ആയി കഴിഞ്ഞാൽ നമുക്ക് 100-150 euro കിട്ടുന്നത് മാക്സിമം കിട്ടുന്നത്. പക്ഷെ നമ്മൾ അത്രയ്ക്കും വ്ളോഗ് ഒന്നും ഞങ്ങൾ ഇടാറൊന്നുമില്ല. ഞങ്ങൾ കൂടുതൽ ഷോർട്സ് വീഡിയോ മാത്രമേ ഇടാറുള്ളൂ. ഷോർട്സിൽ നിന്നും നമുക്ക് അങ്ങനെ അധികം വരുമാനം ഒന്നും കിട്ടത്തില്ല. സോ ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും അല്ല. അപ്പൊ ഇതിന് ഡെയിലി കണ്ടന്റിന് വേണ്ടിയാണോ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്. പിന്നെ ഞങ്ങള് ഇതിന്റെ അകത്ത് വരുമാനം കിട്ടുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കൂടി തികയുന്നില്ല, സത്യമുള്ള കാര്യമാണ്. സോ അപ്പൊ ഞങ്ങൾ ഇത് കണ്ടന്റിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഞങ്ങളെ കളിയാക്കാറുണ്ട്. അത്തരം കമന്റ്സ് ഒന്നും ഞാൻ ഒരു വിലയും കൊടുക്കാറില്ല. ഞങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കാറില്ല എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ഞാനും അങ്ങനെ പേഴ്സണലി ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ആൾക്കാർ പല രീതിയിലാണ്. പലർക്കും ആളുകൾക്ക് ട്രോളാനുള്ള അവകാശമുണ്ട്, ആൾക്കാർക്ക് കുറ്റം പറയാനുള്ള അവകാശമുണ്ട്. അപ്പൊ അവര് നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയും. നമ്മളിങ്ങനെ നെഗറ്റീവ് പറയാനായിട്ടുള്ള കണ്ടന്റുകളൊന്നും നമ്മൾ ചെയ്യാറില്ല. ഒരു യാതൊരുവിധ വൾഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ സന്തോഷം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന, പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന, കമന്റ്സ് ആയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആ ഒരു ഇമോഷണൽ വന്ന എന്താ പറയാ, എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഇവര് ഇങ്ങനെയൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത്. കമന്റ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. അത്രയ്ക്ക് എനിക്ക് അങ്ങ് ഇറിറ്റേഷൻ ആണ്. ഞാൻ പറഞ്ഞു അതെ കണ്ടന്റിന് വേണ്ടി തന്നെയാണ്, എന്താണ് പ്രശ്നം. അങ്ങനെ പിന്നെ എല്ലാ വീഡിയോയിലും എടുത്ത് പറഞ്ഞുകൂടെ കണ്ടന്റിന് വേണ്ടിയാണെന്ന്. അപ്പൊ കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ പറയാതെ ഇയാൾക്ക് മനസ്സിലായില്ലേ, അപ്പൊ പിന്നെ എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു. ഓരോ ബഹുജനം പലവിധം, ഓരോരുത്തർക്ക് ഓരോ മൈൻഡാണ്, ഓരോ രീതിയാണ്. ഞങ്ങൾ ഇതിനു വേണ്ടി എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, എത്രത്തോളം പൈസ മുടക്കുന്നുണ്ടെന്നും അവർക്ക് അറിയത്തില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് അറിയത്തില്ല. ഞങ്ങള് ഇതിന്റെ അവസാനം എസ്റ്റിമേറ്റ് പറയാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പ്രൂഫും കാണിക്കാം. നമ്മള് എത്ര എസ്റ്റിമേറ്റ് ഇതിനു വേണ്ടിട്ട് മുടക്കി, നമ്മൾ ഇതിൽ നിന്ന് എത്ര രൂപ ഏൺ ചെയ്തു. മനസ്സിലായില്ലേ? ഇതിന് ഞങ്ങൾ ഒന്നും ഏൺ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇതിന് ഞങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് ഒന്നുമില്ല. നമുക്കിപ്പോ വാനിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ മുടക്ക് മുതലിന്റെ എന്താണ്, നമ്മളിപ്പോ മുടക്ക് മുതലിന്റെ ഒരു 10% പോലും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഈ വാനിന്റെ വീഡിയോ ഇട്ട് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് അത് മാത്രമല്ല ഉദ്ദേശിച്ചത്, നമുക്ക് ഈ സാധനം ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങളുടെ പൈസ മുടക്കി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. ആരെന്ത് പറഞ്ഞാലും വിഷയമല്ല. സോ ഞങ്ങൾക്ക് വിഷയമായിട്ടല്ല ഞാനിപ്പോ ഇത് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഈ കമന്റ്സിനെ പറ്റിയാണ്. കമന്റ്സിന് ഞങ്ങൾ ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. സോ ഇത്തരം കമന്റുകൾക്ക് ഞങ്ങൾ യാതൊരുവിധ വാല്യൂ കൊടുക്കുന്നതല്ല. നമ്മള് ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അഭിപ്രായം, നല്ല അഭിപ്രായങ്ങള് ഷെയർ ചെയ്യുന്നത്. ചേട്ടാ അങ്ങനെ ചെയ്തൂടെ, ചേട്ടാ ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്. ഇഷ്ടമാണ് അതൊക്കെ. ഞങ്ങൾ ചിന്തിക്കാണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അയാൾ അങ്ങനെ പറഞ്ഞു, ഇത് ആ കമന്റ് കണ്ടോ വിനോദേ, ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന കമന്റ് കണ്ടോ, അതൊന്ന് നോക്കിക്കേ, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്ന കമന്റ് കാണുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് അവരോട് എനിക്ക് വളരെ പുച്ഛമാണ് തോന്നുന്നത്. സത്യം, അത് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. അത് പറഞ്ഞ് കാളുകയറി പോണ്ട. അപ്പൊ ഞാൻ ചോദിച്ചതിന് നിങ്ങളും പറ്റുന്ന ഒരു കമന്റ് നമ്മൾ എന്ത് കളർ കൊടുക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ ബൾഹെഡ് കവർ ചെയ്യാൻ നേരം പലരും അഭിപ്രായം പറഞ്ഞായിരുന്നു. അതിനെ കുറിച്ച് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഒത്തിരി അങ്ങ് നീണ്ടുപോകും. അതെന്താ അങ്ങനെ ചെയ്ത അതിന്റെ കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു റൂഫ് ചെയ്തതിൽ ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് കേട്ടോ.
അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പറയുക. ഇനി നമ്മൾ ഇതിന് മുകളിൽ പുട്ടി അടിക്കണം, പെയിൻറ് ഇടണം, എന്നാലേ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ആവത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ റൂഫിൽ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കിടു ലുക്ക് നമുക്ക് അറിയാൻ പോകുന്നത്. നമ്മുടെ റൂഫിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ. പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ചിക്കൻ മാരിനേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ശരിക്കും. ഗ്രില്ല് ചെയ്യുക, കഴിക്കുക. ഇതാണ് നമ്മുടെ ഡിന്നർ. ഞാൻ ചിക്കൻ ഉണ്ടാക്കിയപ്പം വിനോദ് ബീഫും ഉണ്ടാക്കി. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.